ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സലിൽ വീലുക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ വീലുക്കപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസ്റ്റർ ഫയലിലുള്ള ഡോക്യുമെൻറ്റ് വേറൊരു എക്സൽ ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ആ എക്സൽ ഫയലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ വീലുക്കപ്പ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീലുക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ് അർത്ഥം. ഒരു എക്സലിലുള്ള ഡാറ്റ മറ്റൊരു എക്സലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ വീലുക്കപ്പ് ഉപയോഗിക്കുന്നു. അതിന് ചെയ്യാനായിട്ട് നമുക്ക് 2 എക്സലുകൾ വേണം. നമ്മൾ ഓൾറെഡി ഒരു മാസ്റ്റർ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഉള്ള ഡീറ്റെയിൽ ഉള്ള ഒരു എക്സൽ, അതുപോലെ തന്നെ വേറൊരു എക്സൽ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ള ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 എക്സലിലും കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിൾ അത് എന്തിനാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ എക്സലിൻ്റെ ഉള്ളിൽ ഉള്ള ഡാറ്റ ആ എക്സലായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോമൺ ആയിട്ട് 2 എക്സലിലും കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈക്വൽ ടു അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊരു കോമൺ വേർഡും അതോടൊപ്പം തന്നെ വേറൊരു കോമൺ വേർഡും കൂടി സെലക്ട് ചെയ്തിട്ട്, അതുണ്ടെങ്കിൽ ഫസ്റ്റ് ഈക്വൽ ടു അടിച്ചു, ആ കോളം സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ആൻഡ് അടിച്ചു, അതിനുശേഷം അടുത്ത ഒരു കോളം കൂടി സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ഫുള്ളായിട്ട് സെലക്ട് ആയി, രണ്ടിൻ്റെ വാല്യൂസ് കമ്പൈൻ ആയി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൽ ഫുള്ളായിട്ട് ആ കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂ വന്നു കഴിഞ്ഞു. ഈ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് 2 എക്സലും കൂടി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിളായി പറഞ്ഞു, ഒരാളുടെ പേര് വേണം, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഡീറ്റെയിൽ നമുക്ക് വേണമെന്ന് വിചാരിക്കാം. നമുക്കൊരു പേരിലുള്ള 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ വരും. അപ്പോൾ നമ്മൾ പേരിൻ്റെ ഒപ്പം വീട്ടുപേരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുപേരിലുള്ള ഒരാളുടെ പേര് നമുക്ക് എന്താ പറയുക, സിമ്പിൾ ഒരാളല്ല വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. അടുത്ത കോളത്തിലും പോയിട്ട് ഒരു കോളം ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു അടിച്ചിട്ട് ആൻഡ് അടിച്ചിട്ട് ആ ജോയിൻ നമ്പർ കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള കാര്യം കിട്ടി. എന്നുണ്ടെങ്കിൽ ഈ ലൈൻ നമ്പറിൽ തന്നെ കുറേ ജോയിൻറ്റുകളുണ്ടാവും. ലൈൻ നമ്പർ മാത്രം എന്താ പറയുക, നമ്മൾ ലുക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ കറക്റ്റായിട്ട് കിട്ടില്ല, എറേഴ്സ് വരും. ഒരു ലൈൻ നമ്പറിൽ ഒരു ജോയിൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും കൂടിയിട്ട് മെർജ് ചെയ്യുന്നത്. ഈക്വൽ ടു ആ കോളം സെലക്ട് ചെയ്തിട്ട് ആൻഡ് അടിച്ചിട്ട് പിന്നെ ജോയിൻ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ വരും. ഇപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താലും കിട്ടും. ഇൻ കേസ് അതിൻ്റെ ഉള്ള വല്ല മെർജ്ഡ് ഡ്രോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ വരില്ല. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ നോക്കുക, 2500 ജോയിൻറ്റുകൾ നമ്മൾ ഓരോ ഫിൽറ്റർ അടിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്പർ തപ്പി എടുക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 1 ടച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ വീലുക്കപ്പ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഫിറ്റപ്പ് റിപ്പോർട്ട് എടുക്കാനാണ് പോകുന്നത് മാസ്റ്റർ ഡോക്യുമെൻറ്റിൽ നിന്ന്. അതിനുവേണ്ടി നമ്മൾ ഈക്വൽ ടു അടിച്ചിട്ട് ലുക്കപ്പ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലുക്കപ്പ് വരും. ഇൻ കേസ് അതല്ലാതെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ FX എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ലുക്കപ്പ് ഫ്രണ്ടിൽ തന്നെ വരും. അത് ഓക്കെ അടിക്കാം. ഫസ്റ്റ് നമുക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ ലുക്കപ്പ് വാല്യൂ എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതിലേക്കാണോ വേണ്ടത്, ഏക എക്സലിലേക്കാണോ നമുക്ക് വേണ്ടത്, അതിലാണ് ലുക്കപ്പ് വാല്യൂ എടുക്കേണ്ടത്. നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ, എന്താ പറയുക, കോളുണ്ടല്ലോ, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എടുക്കുക. കൺട്രോൾ അടിച്ചതിന് കൺട്രോൾ ഷിഫ്റ്റ് അടിച്ച് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യും. അതിന് രണ്ടാമത്തെ റേ എന്നുള്ള ടേബിൾ റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏതാണോ മാസ്റ്റർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് അതിൻ്റെ ഉള്ളിലത്തെ ആ നമ്മൾ കോമൺ ആയിട്ട് വെച്ചിട്ടുള്ള ആ കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ നമ്മുടെ ഫിറ്റപ്പ് റിപ്പോർട്ട് വരുന്നത്, നമുക്ക് ഏത് വാല്യൂ ആണോ വേണ്ടത് അവിടം വരെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റപ്പ് റിപ്പോർട്ട് വരെ നമ്മൾ ഡ്രാഗ് ചെയ്യാണ് കേട്ടോ. ഡ്രാഗ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു കോളം നമ്പർ വരും. സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ റോൻ്റെ ഒപ്പം തന്നെ ഒരു കോളം നമ്പർ വരും. 15 എന്നാണ് റോ. അത് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക. പക്ഷേ നമ്മൾ അതിങ്ങനെ വെച്ചതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ അടിക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അത് സെലക്ട് ആവും. അതിൻ്റെ ഇടയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ എന്നുള്ളതുണ്ടായിരിക്കും. ആ ഇൻഡെക്സ് നമ്പറിൻ്റെ അവിടെ നമ്മൾ 15 ആ കോളം നമ്പർ സെലക്ട് ചെയ്യുക. അടിയിൽ 00 കൊടുക്കുക, ലുക്കപ്പ് 00 കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ വാല്യൂ വന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വാല്യൂസ് അവിടെ എൻ്റർ ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ലുക്കപ്പ് നോക്കുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി കാണിച്ച് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പോണേ. അവിടെ നമ്മൾ ജസ്റ്റ് ഈക്വൽ ടു അടിച്ചിട്ട് ഈക്വൽ ടു അടിക്കുക. ഈക്വൽ ടു അടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോമൺ ആയിട്ടുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഈക്വൽ ടു അടിച്ചിട്ട് FXൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കപ്പിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുക. ലുക്കപ്പ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ
ലുക്കപ്പ് വാല്യൂ ആണ്. അത് നമ്മുടെ കോമൺ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കോളം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. അതിനുശേഷം ടേബിൾ റേ എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഡോക്യുമെൻറ്റിലേക്ക് പോവുക. മാസ്റ്റർ ഡോക്യുമെൻറ്റിൽ പോയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക. കോളം സെലക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. കോളം സെലക്ട് ചെയ്താണ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കി. കോളം സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിറ്റപ്പ് ഡേറ്റിൻ്റെ അവിടെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കോളമാണെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ 16ാമത്തെ കോളമാണ്. ആ 16ാമത്തെ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. അതിനുശേഷം അത് വിട്ടതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ അടിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സെലക്ട് ആവും. സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാനും ഷിഫ്റ്റ് നമ്മൾ കൺട്രോൾ ഡൗൺ അടിക്കുന്നു. അതിനുശേഷം ഇവിടെ 16 ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 16 കൊടുക്കുക. കഴിഞ്ഞാൽ റേഞ്ച് ലുക്കപ്പ് എന്നുള്ളത് 00 കൊടുക്കുക. നമുക്കവിടെ വാല്യൂ കിട്ടി. വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞ് വെറുതെ ഒന്ന് ഡ്രാഗ് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വാല്യൂസ് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എല്ലാ ലൈൻ നമ്പറിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് വരും. ഇതുമാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനങ്ങളുടെ വിലയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു എക്സലിൽ നിന്ന് വേറെ എക്സലിലേക്ക് വരാൻ സാധിക്കും. ഇതിൻ്റെ അടിയിൽ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് NA വന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് VLOOKUP ചെയ്യാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾ അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂസൊക്കെ ചേഞ്ച് ആവും. അതിന് മുന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫുള്ള് കോളം സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റാസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് NA വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതിലാണ് ഡാറ്റാസ് വന്നു കഴിഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫോർമുലാസ് എല്ലാം റിമൂവ് ആവും. നിങ്ങൾ കോപ്പി ചെയ്യുക, ജസ്റ്റ് അവിടെ കോപ്പി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പേസ്റ്റിൻ്റെ അവിടെ വാല്യൂ പേസ്റ്റ് എന്നൊരു സാധനം ഉണ്ടായിരിക്കും. വാല്യൂ 1 2 3 വാല്യൂ എന്നുള്ളതുണ്ടായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ പെർമനൻ്റ്ലി സേവ് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അവിടെ തന്നെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വാല്യൂവിൻ്റെ അവിടെ വാല്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനൻ്റ്ലി ആ വാല്യൂ അവിടെ സേവ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.